ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബിഗോണി പ്ലാന്റ്സിൻ്റെ കെയറും എങ്ങനെയാണ് അതിനെ മാറ്റി നടുന്നതെന്നും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതെൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റീസും നാടൻ വെറൈറ്റീസുമാണ്. എൻ്റെ കയ്യിൽ ഒരു 6-7 കളേഴ്സ് ഉണ്ട് കേട്ടോ. ചിലതിൽ പൂവുണ്ട്, ചിലതൊക്കെ പൂവ് പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാറ്റി നടുന്നത് എങ്ങനെയെന്ന് കൂടെ കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഈ 3 എണ്ണമൊക്കെ നാടൻ വെറൈറ്റി കേട്ടോ. അപ്പോൾ ഞാനൊരു ഇച്ചിരി വലിയൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലേക്ക് നമ്മുടെ ഓട് കഷ്ണങ്ങൾ വെച്ചു. കാരണം വെള്ളം പോകാനായിട്ടും പിന്നെ ഈ ഞാഞ്ഞൂല് പോലത്തെ സാധനങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ മണ്ണെന്ന് പറയുന്നത് മണ്ണും ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ, മണ്ണെല്ലാം കൂടെ കൂട്ടിയിട്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചാണകം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നമുക്കിപ്പം എല്ലാവർക്കും ഉണക്ക ചാണകം ലഭിക്കാൻ പാടായിരിക്കും. അപ്പം നമ്മൾ പച്ചച്ചാണകം ഇട്ടാൽ മതി. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളൊരു പിടിച്ചതാണ്. അതിനത് 2-3 തൈകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ഗാർഡനിങ് ടൂളായിട്ടുള്ള സാധനം കൊണ്ട് പതുക്കെ അതിൻ്റെ വേര് പൊട്ടാത്ത രീതിയിൽ പതുക്കെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് നമ്മുടെ മണ്ണിലേക്ക് വെക്കുകയാണ്. അപ്പം നമ്മളിതിന് മണ്ണെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ചെടികൾക്ക് എടുത്താലും ലൂസായിട്ടുള്ള, അതായത് കട്ട പിടിക്കില്ലാത്ത മണ്ണ് വേണം എടുക്കാനായിട്ട്. കാരണം എങ്കിൽ മാത്രമേ വെള്ളം നന്നായിട്ട് താഴ്ന്നു പോയിട്ട് ആ ചെടികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ ചെടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് വെള്ളമൊന്നും ഇതിന് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് കേടായിപ്പോവും. അതിൻ്റെ തണ്ടിൽ നമ്മൾ വെള്ളം ഇങ്ങനെ പിടിച്ച് നിൽക്കാനുള്ളൊരു ശേഷിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തണ്ട് ഒരുപാട് വെള്ളത്തെ ആഗിരണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോയി ചെടി നശിച്ചു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഷെയ്ഡഡ് ആയിട്ടുള്ള നല്ല തുറസായ സ്ഥലത്ത് വെക്കാതെ നമ്മൾ ഇത്തിരി ഷെയ്ഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഈ ഹൈബ്രിഡ് പ്ലാന്റ്സ് കേട്ടോ, നമ്മുടെ അല്ലാതെ നാടൻ വെറൈറ്റികൾക്കൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കാരണം അത് ഭയങ്കര വലുതായിട്ട് വലിയ മരങ്ങളൊക്കെ ആയിട്ട് വളരുന്നതാണ്. അപ്പം അതിന് സാധാരണ നമ്മുടെ വെയിലും മഴയൊന്നും അത്ര പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റികൾക്കാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം അതിനൊരുപാട് മഴേനെ ഉൾക്കൊള്ളാനുള്ള കരുത്ത് കുറവാണ് അതിൻ്റെ തണ്ടിന്. കാരണം വാട്ടർ അബ്സോർപ്ഷൻ ഭയങ്കര അധികം കൂടുതലുള്ള കണ്ടൻറ്റാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് മഴയുള്ള സ്ഥലത്ത് വെക്കരുതെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ മഴയില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് വെക്കാം കേട്ടോ. പിന്നെ ഇത് ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നാടൻ വെറൈറ്റിയാണ്. ഈ കൂടിയിൽ നിന്ന് ഇങ്ങനെ ഇതിനെ നല്ല സുരക്ഷിതമായിട്ട് നമ്മുടെ കൂട് കളയാതെ കൂടൊന്നുകൂടെ റീയൂസ് ചെയ്യാവുന്ന രീതിയാട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പം ഇതുപോലെ കൂടിൻ്റെ പുറകിൽ 2 സുഷിരങ്ങളുണ്ട്, ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന 2 ദാരങ്ങൾ. അതിനെ പിടിച്ചിങ്ങനെ പതുക്കെ എടുത്തിട്ട് പതുക്കെ ആ പ്ലാന്റ് സൈഡിലേക്ക് ഒന്ന് ചെരിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ വരും. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മണ്ണും മണലും കൂടെ മിക്സ് ആയതുകൊണ്ട് നല്ലതായിട്ട് ഇങ്ങനെ ഇളകി പോന്നു കേട്ടോ. അതാട്ടോ പ്രശ്നം പറ്റിയത്. അല്ലാതെ ഇതിന് വേറെ പ്ലാന്റിന് വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അങ്ങ് മാറ്റി വെച്ചു. അല്ലാതെ വേറെ ഒരു ഇതുകൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഇപ്പം ഈ കറുത്ത കുഞ്ഞ് അഗ്രോ ബാഗുകളിൽ നിന്ന് സുരക്ഷിതമായിട്ട് നമ്മുടെ ചെടി ബാഗിന് കേടില്ലാതെ നമുക്ക് എടുക്കുന്നത്. കാരണം അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റ് നട്ടിട്ടാണെങ്കിലും നമുക്ക് പിടിപ്പിക്കാമല്ലോ. അപ്പം നമ്മുടെ ബിഗോണി പ്ലാന്റുകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് വെള്ളം വേണ്ട. പിന്നെ നമ്മൾ ചെറിയൊരു വെയിൽ അടിക്കുന്ന സ്ഥലത്തേക്ക് വെച്ചാൽ മതി. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വളങ്ങളെല്ലാം ഇതിനകത്ത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരുപാട് വളങ്ങളൊന്നും നമുക്ക് മേടിക്കാനായിട്ടോ അല്ലെങ്കിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതിനെ ഒരു ദിവസം പുളിപ്പിച്ചിട്ടാണെങ്കിലും ഒഴിക്കുക. ഇനി പുളിപ്പിച്ചില്ലെങ്കിൽ പോലും തന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നന്നായിട്ട് നേർപ്പിച്ചിട്ട് ഒഴിച്ചാലും മതി കേട്ടോ. കാരണം ഇതിലൊക്കെ പൂക്കാനായിട്ട് ഭയങ്കരധികം ഹെൽപ്ഫുള്ളാണ്. ഇനിയിപ്പോൾ അതും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഉള്ളിത്തൊലിയൊക്കെ ഉണ്ടല്ലോ, വെളുത്തുള്ളിയുടെ തൊലി ഒഴികെ ബാക്കി ഉള്ളിത്തൊലികളൊക്കെ പതുക്കെ ഇങ്ങനെ കൊണ്ടിട്ടാലും നിങ്ങൾക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ മണ്ണ് അബ്സോർബ് ചെയ്ത് വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. ചെടികളൊക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരും. അപ്പം ഈ രീതിയിലൊന്ന് നമ്മുടെ ബിഗോണിയ പ്ലാന്റ്സുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ കാണാം. ബൈ, താങ്ക് യു.